ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി തന്നെയാണ് കണക്കാക്കേണ്ടത്. അതായത് NDAയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഇടങ്ങേറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. CP രാധാകൃഷ്ണനെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമല്ല അവരുടെ ദൗത്യം. മന്ത്രിസഭ താഴെ പോകാതെ നോക്കണം. CP രാധാകൃഷ്ണൻ തോറ്റാൽ വലിയ വിപത്തിലേക്കായിരിക്കും പോവുക എന്ന് വളരെ വ്യക്തമായി തന്നെ അമിത്ഷായ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്നായി അറിയാം. അങ്ങനെ വന്നാൽ കാലാവധി തികയ്ക്കും മുമ്പ് തന്നെ BJP സർക്കാർ നിലംപൊത്തും. അതുകൊണ്ടാണ് RSS ചുവടുമാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. രാഹുൽ ഗാന്ധിയെ തളയ്ക്കാൻ ഒരു ഉപാധിയുമില്ലാതെ ഉണർന്ന BJPയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ 75 വയസ്സിന്റെ പേരിൽ സ്ഥാനമൊഴിയാൻ പറയുക എന്നതാണ് ഇപ്പോൾ സംഘപരിവാറിന്റെ മുന്നിലുള്ള ഏക പോംവഴി. നിലവിലെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണനെതിരെയും നിരവധിയായ വിഷയങ്ങളുണ്ട്. ജഗദീപ് ധൻകർ എങ്ങനെയായിരുന്നു BJPക്ക് വിധേയനായി നിന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ അദ്ദേഹത്തിനെ പുകച്ച് പുറത്തു ചാടിച്ചു. അദ്ദേഹം ചില നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന സൂചനയുണ്ട്. ഇതെല്ലാം പ്രതിപക്ഷത്തിന്റെ ആയുധങ്ങളാണ്. എപ്പോൾ ഇവിടെ വെച്ച് എങ്ങനെ പ്രയോഗിക്കുമെന്ന് BJPക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥ. രാഹുൽ ഗാന്ധി ബീഹാറിനെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ഗ്രാമീണ മേഖലയെ മുഴുവൻ ഇളക്കി മറിക്കുന്ന രീതിയിൽ വോട്ടവകാശത്തിന്റെയും അതുപോലെ തന്നെ ഭരണഘടനയുടെ കാവൽക്കാരനായി പ്രതിപക്ഷ നേതാവ് അവതരിച്ചിരിക്കുന്നു എന്ന പ്രതീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ കഴിഞ്ഞു. അവിടെയാണ് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ ഭരണഘടനാപരമായി പ്രതിപക്ഷ നേതാവിന്റെ പരിമിതികൾ എന്താണെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാമെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയെ എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരുപോലെ ഭയപ്പെടുന്നു? ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് അമിത്ഷാ കൊട്ടിഘോഷിച്ച അതേ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൾമുനയിൽ നിർത്തി. അദ്ദേഹം ഒടുവിൽ മാപ്പുസാക്ഷിയാക്കാൻ വരെ തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കൊണ്ടെത്തിച്ചു. പ്രധാനമന്ത്രിക്ക് ഇതിലും വലിയ പണി കിട്ടാനില്ല. കാരണം ജഗദീപ് ധൻകറും പറഞ്ഞു വയ്ക്കുന്നത് അതേ രീതിയിലുള്ള സ്വരമാണ്. ജുഡീഷ്യറിയെ വിലയ്ക്ക് വാങ്ങുകയാണ് കേന്ദ്രം. യശ്വന്ത് വർമ്മയെ പോലുള്ളവരെ സംരക്ഷിച്ചുകൊണ്ട് ജുഡീഷ്യറിയിൽ വലിയ രീതിയിൽ അഴിമതി കാട്ടിക്കൂട്ടാൻ കൃത്യമായി ശ്രമിക്കുന്നു. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അടുത്ത ലക്ഷ്യം തുഷാർ മേത്തയെ പൊളിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അവസാന ലാപ്പിൽ രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് അന്തിമ വിജയം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓണായിട്ട് പുതിയ ലാപ്ടോപ്പ് ഫോണും കിട്ടിയല്ലോ. വലിയ ലക്ക അങ്കിൾ. കേരളത്തിൽ ഇപ്പോൾ വെറും ലക്കല്ല, നന്ദില ജിമാർട്ട് വക്കാലക്ക. ഗുബു നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. ഗുബു നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.